ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ടവർ, ഡെത്ത്, ഹെർമിറ്റ്, ഹെറഫണ്ട്, 10 of cups, 7 of pentacles. ഇവിടെയുള്ള ഒരു സിറ്റുവേഷൻ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻസിഡൻസ് സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണാം. കാരണം ചില റിലേഷൻഷിപ്പിലൊക്കെ സെപ്പറേഷൻ ഫേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഈഗോ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസ് ഒന്ന് കുറഞ്ഞൊരു ഡിസ്കണ്ടൻ്റ് ആൻഡ് ബോർഡത്തിലേക്ക് പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ പരസ്പരം തുറന്ന് സംസാരിക്കാത്തത് കൊണ്ട്, ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്ന റിലേഷൻഷിപ്പ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ എനർജിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ള ഒരു ബന്ധമായിരിക്കും. അത് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ എത്രത്തോളം വിശ്വസിച്ചു അത് മുഴുവൻ തകർന്നു പോകുന്നൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ പാർട്ട്ണറിൽ നിന്ന് വിചാരിച്ചിരുന്നത് അതിന് നേരെ എതിരായിട്ടുള്ള അവരുടെ ഒരു പ്രതികരണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റാരുടെയെങ്കിലും എൻട്രി, അങ്ങനെ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലാവാം. നമ്മളെ അടിയോടെ വെട്ടുക എന്ന് പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് തകിടം മറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് മാത്രമല്ല, സ്റ്റിൽ ആ ഒരു സെപ്പറേഷൻ ഫേസിൽ തന്നെയുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു രീതിയിലുള്ള സെപ്പറേഷനോ സൗന്ദര്യപ്പിണക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതിനകത്ത് ആ ഒരു മേജർ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ ഒരു മേജർ ആർക്കാന കാർഡ്സ് ആണ് ഈ ഒരു റോയിലും ഇവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കൈവിട്ടു പോയ വ്യക്തികളുടെ ഒരു എനർജിയാണ്. ഇനി ഈ ഒരു ബന്ധം ഉണ്ടാവുമോ എന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ഒന്നും അറിയില്ല, ഫുള്ളി ബ്ലാങ്ക് ആയിരിക്കും എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാം. ചിലരെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം ഈ പറഞ്ഞൊരു സ്റ്റേറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റിൽ ഇതിനകത്ത് ഇത്രയും ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പെയിൻ എന്ന് പറയുന്ന സംഗതി വളരെ കാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ചില കേസസിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ പെയിൻ അനുഭവിക്കേണ്ടതായിട്ട് കാണാറുണ്ട്. പക്ഷേ കൂടുതലായിട്ടും അതിനകത്തുള്ള ഒരു വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയും സഫർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഇതിനകത്തൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം ആ ഒരു പ്രതീക്ഷ വെക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. മാത്രമല്ല ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലരെ സംബന്ധിച്ച് ഈവൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെയോ, അല്ലെങ്കിൽ അത്രയും ആ ഒരു സ്ട്രെങ്ത് ഉള്ള കെട്ടുറപ്പുള്ള ബന്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു സന്തോഷം തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്തൊരു ഭാവി ഉണ്ടാവുമോ എന്ന് പോലും യാതൊരു ഗ്യാരണ്ടി ഇല്ലാതിരുന്നിട്ട് പോലും നിങ്ങൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുന്നത്. എവിടെയൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്നതല്ലാതെ കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ട് വരുന്നില്ല. ചിലപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. പക്ഷേ ആ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഓക്കെ ആവാത്തതിൻ്റെ നിരാശയിലും അല്ലെങ്കിൽ ആ ഒരു നിരാശ പേറിക്കൊണ്ട് നടക്കുന്ന എനർജി നമുക്ക് കാണാം. തീർത്തും ഒരു സോളിറ്റ്യൂഡൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അത് ചിലപ്പോൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ടാവാം. ഇതിപ്പോൾ സിറ്റുവേഷൻ എനർജി ആയതുകൊണ്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആവാം. നിങ്ങളായിരിക്കാം, അവരായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ തന്നെയായിരിക്കാം. ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥ, അല്ലെങ്കിൽ തനിച്ചായി പോകുന്ന അവസ്ഥ, സോൾ സെർച്ചിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഉള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം. കൂടുതലും സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ടൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കാണാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റിന് ശേഷമായിരിക്കും കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആ ഒരു ലെവലൊക്കെ ഒന്നും കൂടി മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയോ വായിച്ചതുപോലെ പണ്ടെങ്ങോ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി, അതുകൊണ്ട് ഇപ്പോഴും പേറിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. സ്റ്റിൽ ഇതിനകത്ത് ആ ഒരു പഴയ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രെങ്തൻ ആയിരുന്നോ അതുപോലെ വരാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം ഈ ഒരു കാത്തിരിപ്പ് നടത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാവുന്നത്. അത് പേഴ്സണ് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പെട്ടെന്നായിട്ട് കാര്യങ്ങൾ തകിടം മറിഞ്ഞു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതോടുകൂടി ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്റ്റക്നെസ്സിലേക്ക് എത്തി നിൽക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിനി പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് ഫീലിങ്സിലേക്ക് വരാം. എന്താണ് അവരുടെ ഒരു മനസ്സിനകത്ത് ഇപ്പോഴും നിങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ചിന്തകൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയാൻ നോക്കാം. Seven of Wands, Three of Wands, Two of Cups, Five of Pentacles, Justice, Hanged Man, Five of Cups, Four of Swords, King of Swords, Judgment, Ten of Swords, Nine of Pentacles, Four of Wands, Queen of Cups, Nine of Cups, Queen of Swords, King of Wands, Three of Swords and Ace of Wands. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവർ ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അനലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് പല രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അവർ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടേതായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് നിങ്ങൾ തമ്മിലുള്ളൊരു അകൽച്ച, സെപ്പറേഷനൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ വീണ്ടും റീതിങ്ക് ചെയ്യുന്നുണ്ട്. ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ചായിരിക്കാം അവർ വീണ്ടും അനലൈസ് ചെയ്യുന്ന ആ ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഈ ഒരു ടു ഓഫ് കപ്സ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ കൂടിച്ചേരാനായിട്ട് ആ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമുക്കിവിടെ കാണാം, ഈ ഒരു ടു ഓഫ് കപ്സിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ താണ്ടി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പല തടസ്സങ്ങളുണ്ടാവാം. ആ ഒരു
ഒബ്സ്റ്റക്കിൾസ് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമാണ് അവരാഗ്രഹിക്കുന്നത് പോലെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അവരുടെ ആ ഒരു നൈറ്റ് ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതിൽ പോലും നമുക്ക് കാണാം ആ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ബഡ് ചെയ്യുമ്പോൾ എന്താണ് അവർ ക്രോസ് ചെയ്യേണ്ടത്? അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കടമ്പ കടന്ന് വരണം എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളില്ലാത്തത് കൊണ്ട് ഈ ഒരു വ്യക്തി വളരെ ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിവിടെ നമുക്ക് ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുമൊക്കെ കാണാനായി കഴിയുന്ന കാര്യമാണ്. നല്ല രീതിയിലുള്ള ഒരു പെയിൻ അല്ലെങ്കിൽ നഷ്ടബോധം, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം, ഇതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. വളരെയധികം ഒരു നിരാശാജനകമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷനിൽ അവർ വളരെ കാര്യമായിട്ട് ദുഃഖിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് പറ്റിപ്പോയ തെറ്റ്? അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ജസ്റ്റിസ് നടന്നിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഒരുപക്ഷേ ഇതിനകത്ത് ആഹ്, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒന്നും തരാതെ മറ്റു പല കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടി പോകേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിന്ന് വരാം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജി അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ ഓവറോൾ ആയിട്ട് എടുത്തപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു വെയിറ്റിംഗ് കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വെയിറ്റിംഗ് എനർജി ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു സാക്രിഫൈസ് മോഡിലേക്ക് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അതായത് അവർ ചിലപ്പോൾ മറ്റൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കൊടുത്തേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള മാത്രം ഒരു സെൽഫിഷ് ആയിട്ടുള്ള തിങ്കിങ് കൊണ്ട് ആ ഒരു വഴിയിലൂടെ പോയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ചെയ്തു പോയ കാര്യം തെറ്റായിപ്പോയി. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ല മറ്റെന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച ഒരു പ്രവൃത്തി ശരിയല്ല. അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു കുറ്റബോധം ഉള്ളത്. അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീലിംഗ്, നഷ്ടബോധം ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചിന്തകളാൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയും നമുക്ക് ആ ഒരു വെയിറ്റിംഗ് മൈൻഡ് സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ സ്വയം ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, ഹീൽ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം. മനഃപൂർവ്വമായിട്ട് അവർ ആ ഒരു ഇമോഷൻസ് എല്ലാം മാറ്റി വളരെ ഒരു ലോജിക് വൈസ് തിങ്ക് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കോൾഡായിട്ട് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ചില വ്യക്തികളിൽ കാണുന്ന ഒരു സ്വഭാവമാണ്. അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഓർത്ത് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവർ സ്വയം അവരുടെ ശ്രദ്ധ തിരിച്ചു മാറ്റാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ കൂടുതൽ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ പല കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് മനഃപൂർവ്വമായിട്ട് ഒരു നമ്മളെന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മരത്തെ പോലെ പ്രതികരിക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറാറുണ്ട്. അതായത് അവർ തന്നെ അവരെ ഡിഫെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മാത്രമല്ല കൂടുതലും വിഷമത്തിലേക്ക് പോകാതിരിക്കാൻ സ്വയം ഒരു തടയിടുന്ന ഒരവസ്ഥയും കൂടിയാണത്. നമ്മളായിട്ട് തന്നെ ആ ഒരു ധൈര്യത്തിൻ്റെ മുഖംമൂടി എടുത്തിടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോരുന്നു. നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ഓ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ എനിക്കിത് ചെയ്യേണ്ടതായിട്ട് വന്നത് എന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥ. ആ ഒരു കോൾഡ് മൈൻഡ് സെറ്റ് ഒക്കെ അതൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പറഞ്ഞു പിടിച്ച് വരുമ്പോൾ അവർക്ക് ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് അവർ റീതിങ്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റിയ തെറ്റുകളെക്കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ കാണുന്ന എനർജി പോലെ സ്വയം ആശ്വസിക്കാനായിട്ട് അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം വളരെ ഹോൾഡ് ചെയ്ത് വെച്ച് കോൾഡായിട്ടിരിക്കുന്നൊരു മനോഭാവത്തിലേക്ക് എത്തുന്നതായിട്ട് കാണാം. പക്ഷേ തീർച്ചയായിട്ടും അവർ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എത്രയൊക്കെ തകർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അത് കൂടിച്ചേരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നിങ്ങളിലേക്ക് വരുമ്പോഴായിരിക്കും ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടാവുന്നത്.
എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ പലപ്പോഴും അവരുടെ ഒരു ആഗ്രഹം ഒരു വശത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷേ അവരുടെ മനസ്സിൽ ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആവുമോ? അല്ലെങ്കിൽ ആദ്യമേ കണ്ടതുപോലെ തന്നെ ഇന്ന കടമ്പകൾ എനിക്ക് കടക്കാനുണ്ട്. അതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമോ? അപ്പോൾ സാധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർക്കൊരു കാര്യമുണ്ട്. നേരത്തെ തന്നെ മനസ്സിനെ പറഞ്ഞ് സെറ്റാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ കൊണ്ടും ആയിരിക്കാം. അതായത് വീണ്ടും ഹേർട്ട് ആവാതിരിക്കാനായിട്ട് സ്വയം ഒരു പ്രിക്കോഷൻ എടുക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നവര് വളരെ ഡീപ്പായിട്ട് നിങ്ങളുമായിട്ട് കൂടിച്ചേരാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പറ്റിപ്പോയ തെറ്റ് തിരുത്താനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് സ്റ്റക്കാക്കി വെക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോൾഡ് ഫേസിലേക്ക് പോകുന്നതായിട്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണാം. നമുക്കിവിടെയാണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് കഴിയുന്ന കാര്യമാണ്. എത്രയൊക്കെ ആ ഒരു പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലാന്നുണ്ടെങ്കിൽ വളരെ റിജിഡായിട്ട് ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒക്കെ, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഭയങ്കരമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് ചിലപ്പോൾ നിങ്ങളോടൊരു പാവം തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഉള്ള ഒരു സ്വയം വിഷമം. ഞാൻ അവരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അവരെന്തോരം വിഷമിച്ച് കാണും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തപ്പോൾ നമ്മളവിടെ കണ്ടതാണ് ആ ഒരു 10 ഓഫ് കപ്സ് എനർജി. നമ്മളപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ഫുൾഫിൽമെൻറ്റോടു കൂടി കണ്ടതാണെന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എത്രത്തോളം ഡീപ്പായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെന്റ് സന്തോഷം തിരിച്ചു കിട്ടാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിൽ നോക്കുമ്പോൾ പകുതി എനർജിയും ഈ ഒരു പേഴ്സൻ്റെ തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പല കാര്യങ്ങളും തടസ്സമായിട്ട് ചലഞ്ചിങ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആഗ്രഹിച്ച് വരുമ്പോഴത്തേക്കും അവരായിട്ട് തന്നെ അവിടെ ഒരു ബൗണ്ടറി കൊണ്ടിടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കാനുള്ള ഒരു ഭയം പോലെ ഈ ഒരു പേഴ്സണെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മളിവിടെ ഈ പറഞ്ഞ എനർജീസിലൊക്കെ നോക്കുമ്പോൾ വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്കും ഒന്ന് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നൊരവസ്ഥ. അതായത് അവരുടെ ആ ഒരു ചിന്തകളുടെ കെട്ടഴിച്ച് വിടാൻ പോലും ഈ ഒരു പേഴ്സൺ ഒരു പരിധി പറഞ്ഞ് ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് കണ്ടതുപോലെ തന്നെ വളരെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഡിസയർ, പാഷനേറ്റ് എനർജിയൊക്കെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ കാര്യമായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരുപാട് വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഉള്ളതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇത്രയും ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എന്നെക്കൊണ്ട് കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ഡീപ്പ് ഫീലിംഗും കൂടിയായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ പ്രഷറും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇത്രയധികം വേദനിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ന്യൂ പാഷനേറ്റ് ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതലും ആ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ, ഒറ്റപ്പെടൽ, വിഷമം ഒക്കെയാണ് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവരെക്കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തതിന് ഉള്ള ഒരു കുറ്റബോധം, നിരാശ അതും നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും സ്വയം ലോജിക് ആയിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. സ്വയം ഒന്ന് സ്റ്റബേൺ ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണാം. എന്നാൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു പോയതിൻ്റെ കർമാസ് ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അക്സെപ്റ്റൻസും ഈ ഒരു പേഴ്സണുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 5, നമ്പർ 9, നമ്പർ 11, 12, 13, 16 ആൻഡ് നമ്പർ 20. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ലീബ്ര, സ്കോർപ്പിയോ. സ്കോർപ്പിയോ വളരെ സ്ട്രോങ് എനർജിയാണ്. പൈസസ് ആൻഡ് ടോറസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സ്ട്രോങ് ബോണ്ടിങ്ങിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അതിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.